ഹായ് ഓൾ, ഞാൻ അശ്വതി. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എമിലി ബ്രോൻ്റെ എഴുതിയിട്ടുള്ള വുതറിങ് ഹൈറ്റ്സ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. പക്ഷേ അന്ന് അതിൻ്റെ ക്യാരക്ടർ സ്കെച്ച്, അതേപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് പ്ലേസസ്, അതേപോലെ അതിൽ ഓർത്തിരിക്കേണ്ട കുറേ ഇയേഴ്സ്, ഡേറ്റ്സ് ഒക്കെ ഉണ്ട്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തില്ല. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നേ നിങ്ങളോടൊരു കാര്യം കൂടി എനിക്ക് ചോദിക്കാനുണ്ട്. അതായത് ഞാൻ ഇതിൻ്റെ ഇപ്പോൾ ഒരു MCQ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 200ഓളം ക്വസ്റ്റ്യൻസ് തന്നെ ഞാനിപ്പോൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതെങ്ങനെ സിംഗിൾ വീഡിയോ ആയിട്ടിടുന്നതാണോ നിങ്ങൾക്ക് താല്പര്യം, അതോ പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് 2 സെക്ഷനായിട്ട് MCQ ഇടുന്നതായിരിക്കുമോ ബെറ്റർ? നിങ്ങളുടെ ഒപ്പീനിയനും കൂടെ അറിഞ്ഞിട്ട് അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടിട്ട് നിങ്ങൾക്കിപ്പോൾ ഏകദേശം ഇപ്പോൾ 200ഓളം ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ മിക്കവാറും ഒരു 200ൽ തന്നെ നിർത്താനാണ് ചാൻസ്. എങ്കിലും കിട്ടിയാൽ നല്ല ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നിയാൽ വീണ്ടും വീണ്ടും ആഡ് ചെയ്യാം. അപ്പോൾ അത് സിംഗിൾ വീഡിയോ ആയിട്ട് വേണോ, പാർട്ട് 1 പാർട്ട് 2 എന്ന് പറഞ്ഞ് 2 വീഡിയോ ആയിട്ട് ഇടണമെന്നാണ്. അത് നിങ്ങൾ പറയുന്ന അനുസരിച്ച് ചെയ്യാം. കാരണം ചില ആൾക്കാർക്ക് ഇങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസ് കേട്ട് കഴിയുമ്പോൾ ആപ്പാട് വട്ടുപിടിക്കും, അങ്ങനെ ഒരു ഇത് വരും. അപ്പോൾ അതുകൊണ്ടിട്ട് ചോദിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ്. അതായത് വുതറിങ് ഹൈറ്റ്സിലെ ക്യാരക്ടർ സ്കെച്ച്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ഡേറ്റ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഇതിൽ മെൻഷൻ ചെയ്തേക്കുന്ന കുറച്ച് പ്ലേസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. Heathcliff is a founding from Liverpool who is taken by Mr. Earnshaw to Wuthering Heights, where he is reluctantly cared for by the family and spoiled by his adopted father. ഹെത്ക്ലിഫ് എന്ന് പറയുന്നത് ഒരു ഓർഫൻ ബോയ് ആണ്. നമ്മുടെ മിസ്റ്റർ ഏൻഷോ ലിവർപൂളിൽ നിന്ന് വുതറിങ് ഹൈറ്റ്സിലേക്ക് വന്നപ്പോൾ അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുവന്നൊരു ബോയാണ് ഹെത്ക്ലിഫ് എന്ന് പറയുന്നത്. ഈ വുതറിങ് ഹൈറ്റ്സിൽ എല്ലാവരുടെയും സ്നേഹവും കെയറിങ് ഒക്കെ കിട്ടിയാണ് ഹെത്ക്ലിഫ് വളർന്നു വന്നത്. And he and Catherine Earnshaw grew close, and their love is the central theme of the first volume. അപ്പോൾ ഈ കാതറിൻ എന്ന് പറയുന്നത് നമ്മുടെ ഏൻഷോയുടെ മോളാണ്. അപ്പോൾ ഈ ഹെത്ക്ലിഫും കാതറിൻ ഏൻഷോയും ഒരു ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പിൽ എന്നതിലുപരി അവരൊരു ലവേഴ്സിനെ പോലെ ആയിരുന്നു. അവരുടെ ലവാണ് സെൻട്രൽ തീമായിട്ട് വരുന്നത്. അതായത് ഫസ്റ്റ് വോളിയത്തിൻ്റെ സെൻട്രൽ തീം എന്ന് പറയുന്നത് അവരുടെ ലവാണ്. His revenge against the man she chose to marry and its consequence are the central theme of second volume. സെക്കൻഡ് വോളിയത്തിൻ്റെ തീം എന്ന് പറയുന്നത് ഈ കാതറിൻ ഏൻഷോ മാരി ചെയ്ത ആ ഒരു വ്യക്തിയും ആ വ്യക്തിയോടുള്ള റിവെഞ്ചും ആ റിവെഞ്ച് ചെയ്യുന്നത് വഴി സംഭവിക്കുന്ന കുറേ കാര്യങ്ങളുമാണ് സെക്കൻഡ് വോളിയത്തിൻ്റെ സെൻട്രൽ തീമായിട്ട് വരുന്നത്. ഹെത്ക്ലിഫ് ഹാസ് ബീൻ കൺസിഡേർഡ് ആസ് എ ബൈറോണിക് ഹീറോ, ബട്ട് ക്രിട്ടിക് ഹാവ് പോയിൻറ്റഡ് ഔട്ട് ദാറ്റ് ഹി റിവനൻസ് himself at various points, making the character had to fit into a single type. അപ്പോൾ ഒരു ബൈറോണിക് ഹീറോ ആയിട്ടാണ് ഹെത്ക്ലിഫിനെ കൺസിഡർ ചെയ്യുന്നത്. ബൈറോണിക് ഹീറോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹീറോയുടെ ക്യാരക്ടറും കാണിക്കും, ഒരു വില്ലൻ്റെ ക്യാരക്ടറും കാണിക്കും. ഹീറോ ആണെന്ന് ചോദിച്ചാൽ ഹീറോയാണ്, വില്ലൻ ആണോ എന്ന് ചോദിച്ചാൽ വില്ലനാണ്. അതാണ് ഒരു ബൈറോണിക് ഹീറോ എന്ന് പറയുന്നത് കേട്ടോ. ആൻഡ് ഹീ ഈസ് ആൻ ambiguous position in society, and his lack of status is underlined by the fact that Heathcliff is both his given name and his surname. അപ്പോൾ സൊസൈറ്റിയിലൊക്കെ ഒരു ഇത്തിരി പൊസിഷനൊക്കെ ഉള്ളൊരു ആളാണ് ഈ ഹെത്ക്ലിഫ് എന്ന് പറയുന്നത്. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ലാക്ക് ഓഫ് സ്റ്റാറ്റസ് കാണിക്കുന്നൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ബാക്കി എല്ലാത്തിലും ഇപ്പോൾ കാതറിൻ ഏൻഷാ എന്നൊക്കെയാണ് പറയുന്നത് അല്ലേ. ഒരു സർനെയിമും ഉണ്ട്, ഒരു മെയിൻ നെയിമും ഉണ്ട്. പക്ഷേ ഇവിടെ ഹെത്ക്ലിഫ് എന്ന് തന്നെ ഈ ഒരു പേര് മാത്രമേ ഉള്ളൂ, ഒരു സർനെയിം ഇല്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാറ്റസിനെ അണ്ടർലൈൻ ചെയ്യുന്നൊരു കാര്യമാണ്. ദ ക്യാരക്ടർ ഓഫ് ഹെത്ക്ലിഫ് മേ ഹാവ് ബീൻ ഇൻസ്പയർഡ് ബൈ ബാരൻ ബ്രോണ്ടെ, ആൻ ആൽക്കഹോളിക് ആൻഡ് ആൻ ഒപ്പിയം അഡിക്റ്റ്. അതായത് ഇവിടെ ഈ ഒരു ബാരൻവെൽ ബ്രോണ്ടയുടെ ഒരു കാര്യമാണ് പറയുന്നത്. അതായത് ഈ ഹെത്ക്ലിഫിൻ്റെ ക്യാരക്ടറിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കി, അല്ലെങ്കിൽ അതിനെ ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ ബാരൻവെൽ ബ്രോണ്ടെ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു ആൽക്കഹോളിക്കും അതേപോലെ തന്നെ ഒപ്പിയം അഡിക്റ്റുമാണ്. ഇദ്ദേഹം പല സമയത്തും എമിലിനെയും അതേപോലെ തന്നെ എമിലിയുടെ സിസ്റ്ററായിട്ടുള്ള ഷാർലറ്റ് ബ്രോണ്ടിനെയും ഫ്രീക്വൻ്റ് ആയിട്ട് ഉപദ്രവിക്കാനും ഒക്കെ ചെയ്തിരുന്നു. അതായത് ഫ്യൂ ഇയേഴ്സ് ബിഫോർ ഹിസ് ഡെത്ത്, അതായത് അദ്ദേഹത്തിൻ്റെ മരണത്തിന് കുറച്ച് നാൾ മുന്നേ വരെ അങ്ങനെ ഉപദ്രവിക്കാനൊക്കെ നോക്കിയിരുന്നു. ഈവൻ ദോ അതായത് ഹെത്ക്ലിഫ് ഒരു ആൽക്കഹോളിക്കൊന്നും അല്ല, അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രങ്ക് പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ ഈ ബാരൻവെൽ എന്ന് പറയുന്ന ക്യാരക്ടർ ഏകദേശം ഹെത്ക്ലിഫിനെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കിയൊരു ക്യാരക്ടറാണ്. ഹെൻറി ഏൻഷോ എന്ന് പറയുന്നത്, ഹെൻറി ഏൻഷോ ആൻ ആൽക്കഹോളിക് ഓഫൻ സീസ് വിത്ത് മാഡ്നസ് ഓൾസോ. അതായത് ഇവിടെ കാണിക്കുന്ന ഞാൻ പറഞ്ഞല്ലോ, ഈ ബാരൻവെൽ ബ്രോണ്ടെ കാണിക്കുന്ന ഒരു ആൽക്കഹോളിക് ആ ഒരു നേച്ചറുള്ള വേറൊരു ക്യാരക്ടർ ഇവിടെയുണ്ട്. അത് നമ്മുടെ ഹെൻറിയാണ്. ഹെൻറി ഏൻഷോ ഒരു ആൽക്കഹോളിക്കാണ്. പക്ഷേ ഹെത്ക്ലിഫ് എന്ന് പറയുന്നത് ഒരു ആൽക്കഹോളിക് ആയിട്ടുള്ളൊരു മാനൊന്നും അല്ല.
അപ്പോൾ ഹെത്ക്ലിഫ് എന്ന് പറയുന്നതാണ് മെയിൻ ക്യാരക്ടർ. ഒരു എന്താ പറയുക, ഒരു ബൈറോണിക് ഹീറോയാണ്. നമുക്ക് ഈ ഒരു നോവൽ വായിക്കുമ്പോൾ ഇത് ഒരു നല്ല ആളാണോ ചീത്തയാണോ, നമുക്ക് ഹെത്ക്ലിഫിനോടൊരു സ്നേഹവും തോന്നും, എന്നാൽ എന്ത് ദുഷ്ടനാണോ എന്നുള്ളൊരു ഫീലിങ്ങും വരും. അത്രയ്ക്കും ദുഷ്ടത്തരങ്ങളും കാണിക്കുന്നുണ്ട്. എന്നാൽ ദുഷ്ടത്തരങ്ങളിലേക്ക് നയിച്ച കാര്യത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമുക്കൊരു ഒരു സഹതാപവും തോന്നും ഈ ഹെത്ക്ലിഫിനോട്. പ്യുവർ ലവാണ്, അതായത് പ്യുവർ ലവാണ് ഹെത്ക്ലിഫിൻ്റെ ക്യാരക്ടർ മാറാനുണ്ടായ ഏറ്റവും വലിയ റീസൺ എന്ന് പറയുന്നത്. പ്യുവർ ലവും പിന്നെ ഹെത്ക്ലിഫിന് അനുഭവിക്കേണ്ടി വന്ന അവഗണനയും ആണ് അതിൻ്റെ ഒരു മെയിൻ റീസണായിട്ട് വന്നേക്കുന്നത്. കാതറിൻ ഏൺഷോ ഫസ്റ്റ് introduced to the reader after her death through Lockwood's discovery of her diary and carvings. The description of her life is confined almost entirely to the first volume. അതായത് മരണത്തിന് ശേഷമാണ് ഈ കാതറിൻ ഏൺഷോയിനെ ഈ ഒരു നോവലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കാതറിൻ ഏൺഷോ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ മിസ്റ്റർ ഏൺഷോയുടെയും മിസ്സിസ് ഏൺഷോയുടെയും ഡോട്ടറാണ്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത ക്യാരക്ടറായിട്ടുള്ള ഹെത്ക്ലിഫിൻ്റെ ലവ്വറായിരുന്നു. പിന്നെ പറഞ്ഞല്ലോ, മരണത്തിന് ശേഷം അത് അവളുടെ ഡയറിയിലൂടെയും അതേപോലെ കർവിങ്സിലൂടെയൊക്കെയാണ് ലോക്ക്വുഡ് അവളെ ഡിസ്കവർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഹർ ലൈഫ് ഈസ് കൺഫേംഡ് ഓൾമോസ്റ്റ് ഏർലി ടു ദ ഫസ്റ്റ് വോളിയം. ഫസ്റ്റ് വോളിയത്തിൽ ഇവളെ പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട്. ഷീ സീംസ് അൺഷുവർ വെദർ ഷീ ഈസ് ഓർ വാണ്ട് ടു ബിക്കം മോർ ലൈക്ക് ഹെത്ക്ലിഫ് ഓർ ആസ്പയർ ടു ബി മോർ ലൈക്ക് എഡ്ഗർ. എഡ്ഗറിൻ്റെ വൈഫാണ് ഈ കാതറിൻ ഏൺഷോ എന്ന് പറയുന്നത്. ഹെത്ക്ലിഫിൻ്റെ ലവറും എഡ്ഗറിൻ്റെ വൈഫുമാണ്. അപ്പോൾ ഈ ഹെത്ക്ലിഫിനെ ചീറ്റ് ചെയ്തിട്ടാണ് എഡ്ഗറിനെ വിവാഹം കഴിച്ചത്. ഈ ഒരു പ്ലേയുടെ പല സമയത്തും ഇവക്ക് എഡ്ഗറിനെ സപ്പോർട്ട് ചെയ്യണോ അതോ ഹെത്ക്ലിഫിനെ വേണോ, ആ ഒരു കൺഫ്യൂഷ്യസ് മൈൻഡിലാണ് നിൽക്കുന്നത് നമുക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ ചില ക്രിറ്റിക്സ് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, സം ക്രിറ്റിക്സ് ഹാവ് ആർഗ്യൂഡ് ദാറ്റ് ഹർ ഡിസിഷൻ ടു മാരി എഡ്ഗർ ലിൻഡൻ ഈസ് അലഗറലി എ റിജക്ഷൻ ഓഫ് നേച്ചർ ആൻഡ് സറണ്ടർ ടു കൾച്ചർ. അതായത് അവളുടെ സ്നേഹം എന്നതിലുപരി ഒരു കൾച്ചറിലേക്ക്, അതായത് എല്ലാ കുടുംബത്തിലുമുള്ളൊരു കൾച്ചർ ഉണ്ടല്ലോ, അതിലേക്ക് സറണ്ടർ ചെയ്യുന്ന പോലെയാണ് ഈ എഡ്ഗർ ലിൻഡനെ മാരി ചെയ്തതെന്നാണ് പറയുന്നത്. അതായത് വെൽത്തും അതേപോലെ എഡ്യൂക്കേഷനും എല്ലാം നോക്കിയിട്ടാണല്ലോ ഒരു കല്യാണം നടത്തുന്നത്. അതേപോലെ വെൽത്തും എഡ്യൂക്കേഷനൊക്കെ നോക്കിയപ്പോൾ ഹെത്ക്ലിഫിനേക്കാളും മുകളിലാണ് എഡ്ഗർ ലിൻഡൻ എന്ന് തോന്നിയിട്ടുണ്ടാവാം. അതുകൊണ്ടാവാം. അപ്പോൾ ഒരു സറണ്ടർ ടു കൾച്ചറാണ് എഡ്ഗറുമായിട്ടുള്ള മാരേജ് എന്നാണ് പല ക്രിറ്റിക്സും പറയുന്നത്. അതേപോലെ തന്നെ ചോയ്സ് വിത്ത് അൺഫോർച്ചുനേറ്റ് ഫെയ്റ്റ്ഫുൾ കോൺസിക്വൻസ് ഫോർ ഓൾ ദ അതർ ക്യാരക്ടർ ഷീ ഡൈ അവേഴ്സ് ഗിവിംഗ് ബർത്ത് ടു ഹർ ഡോട്ടർ. ഈ ഒരു പ്ലേയിൽ കംപ്ലീറ്റ് നടന്നേക്കുന്ന എല്ലാ പ്രശ്നത്തിനും കാരണം ഈ പറയുന്ന കാതറിൻ അല്ലേ. കാതറിൻ നമ്മുടെ എഡ്ഗറിനെ വിവാഹം കഴിച്ചത് കൊണ്ടിട്ടാണ് ഹെത്ക്ലിഫിന് എഡ്ഗറിനോട് പകയുണ്ടായത്. അതുകൊണ്ടാണ് അറിഞ്ഞോ അറിയാതെയോ ഇത്രയും പ്രശ്നങ്ങളും ഇത്രയും ആൾക്കാരോട് വൈരാഗ്യം തീർക്കാനും ഒക്കെ ഈ ഹെത്ക്ലിഫിനെ നയിച്ച കാരണം കാതറിൻ ഏൺഷോയാണ്. അതേപോലെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ കാതറിൻ ഏൺഷോയുടെയും ഹെത്ക്ലിഫിൻ്റെയും ലവ് എന്ന് പറയുന്നത് ഒരു വളരെ പ്യുവറായിട്ടുള്ളൊരു ലവാണ്, വളരെ ഡീപ്പായിട്ടുള്ളൊരു ലവ്. ആ ലവ് തന്നെയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായിട്ടുള്ളത്. ഈ ഒരു നോവലിൽ ആർക്കൊക്കെ എന്തൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ആ പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും കാരണം കാതറിൻ്റെയും നമ്മുടെ ഹെത്ക്ലിഫും തമ്മിലുള്ള ലവാണ്, അവരുടെ സെപ്പറേഷനുമാണ്. എഡ്ഗർ ലിൻഡൻ introduced as a child in Linton family, he resides at Thrushcross Gang. Edgar's style and manner are in sharp contrast to those of Heathcliff, who instantly dislike him, and of Catherine, who is drawn to him. Catherine marries him instead of Heathcliff because of the higher social status, with disassociate result of all the characters in the story. He dotes on his wife ആൻഡ് ലേറ്റർ ഹിസ് ഡോട്ടർ. അതായത് ഈ എഡ്ഗർ ലിൻഡൻ എന്ന് പറയുന്ന വ്യക്തി നമ്മളുടെ കാതറിൻ ഏൺഷോയുടെ ഹസ്ബൻഡാണ്. ഈ ഒരു ചൈൽഡായിരിക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു നോവലിൽ ഈ എഡ്ഗർ ലിൻഡനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ലിൻഡൻ ഫാമിലിയിൽ എഡ്ഗർ ലിൻഡനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ത്രഷ്ക്രോസ് ഗ്യാങ്ങിലാണ് ജീവിച്ചിരുന്നത്. അതേപോലെ തന്നെ എഡ്ഗറിൻ്റെ സ്റ്റൈലും അതേപോലെ മാനേഴ്സും ഒക്കെയാണ് ഈ നമ്മുടെ കാതറിൻ ഏൺഷോയിനെ എഡ്ഗറിലേക്ക് കൂടുതൽ അടുപ്പിച്ചത്. ഈ എഡ്ഗറിൻ്റെ ഒരു ക്യാരക്ടറും സ്റ്റാൻഡേർഡും എങ്ങനെയാണോ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഹെത്ക്ലിഫിൻ്റെ ക്യാരക്ടർ. അതുകൊണ്ട് തന്നെ ഹെത്ക്ലിഫ് എഡ്ഗറിനെ ഇഷ്ടപ്പെടുന്നില്ല. കാതറിൻ ഈ എഡ്ഗറിനെ വിവാഹം കഴിക്കാനുള്ള റീസൺ എന്താണെന്ന് പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷനും ഹൈ സോഷ്യൽ സ്റ്റാറ്റസും തന്നെയാണ്. അതേപോലെ തന്നെ
ഈ ഒരു പ്ലേയിൽ നമുക്ക് മനസ്സിലാവും എഡ്ഗർ ലിൻഡൻ കാതറിനെയും അതേപോലെ തന്നെ അവരുടെ ഡോട്ടറിനെയും വളരെയധികം സ്നേഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഈ ഒരു പ്ലേയിൽ മനസ്സിലാവും. അതുമാത്രമല്ല എഡ്ഗർ ലിൻഡൻ്റെ സഹോദരീനെയാണ് നമ്മളുടെ ഹെത്ക്ലിഫ് കല്യാണം കഴിക്കുന്നത്. എലൻ ഡീൻ അഥവാ നെല്ലി ഡീൻ, ദ മെയിൻ നറേറ്റർ ഓഫ് ദ നോവൽ. നെല്ലി ഈസ് എ സെർവൻറ്റ് ഓഫ് 3 ജനറേഷൻ ഓഫ് ഏൺഷാ ആൻഡ് 2 ഓഫ് ദ ലിൻഡൻ ഫാമിലി. അതായത് ഈ ഒരു നോവലിൻ്റെ മെയിൻ നറേറ്ററാണ് നെല്ലി ഡീൻ അഥവാ എലൻ എന്ന് പറയുന്നത്. ആ ഒരു ഏൻഷോ ഫാമിലിയിലെ 3 ജനറേഷനെ സെർവ് ചെയ്തിട്ടുള്ളൊരു സെർവൻ്റാണ് നെല്ലി ഡീൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ലിൻഡൻ ഫാമിലിയിൽ 2 ജനറേഷനെയും സെർവ് ചെയ്തിട്ടുണ്ട്. ഹംബിളി ബോൺ ആണ്, അതായത് വളരെ ഹംബിളാണ്. ഷീ റിഗാർഡ്സ് ഹെർസെൽഫ് നെവർത്ത്ലെസ് ആസ് ഹിൻലി ഫോസ്റ്റർ സിസ്റ്റർ. There are the same age of her mother in his nurse. She live and work among the rough inhabitants of Wuthering Heights, but is well read, and she also experienced the more gentle manner of Thrushcross gang. She is referred to the Ellen, her given name, to show respect, and as Nellie among those close to her. Critics have discussed how far her action as an apparent bystander affect the other character and how much her narrative can be relied on. അതായത് നെല്ലി ഡീൻ എന്ന് പറയുന്നത് ഈ ഹെത്ക്ലിഫിൻ്റെ ഏൻഷോ ഫാമിലിനെയും അതേപോലെ ലിൻഡൻ ഫാമിലിനെയും ഒരുപോലെ സെർവ് ചെയ്ത സെർവൻ്റാണ്. ഈ ഒരു നോവലിലെ മെയിൻ നറേറ്റർ എന്ന് പറയുന്നത് നെല്ലി ഡീൻ തന്നെയാണ്. പല കാര്യങ്ങളും ഈ നെല്ലി ഡീൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഡയറിയിൽ നോട്ട് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ നമുക്കറിയാം പ്രധാനപ്പെട്ട ഒത്തിരി സംഭവങ്ങളിൽ നമുക്ക് അവിടെ എല്ലാം ഈ നെല്ലി ഡീൻ്റെ പ്രസൻസ് കാണാൻ പറ്റും. ഇവിടെയൊക്കെ കുട്ടികളുടെയൊക്കെ ഒരു കെയർ ടേക്കറിനെ പോലെ അല്ലെങ്കിൽ ഒരു നേഴ്സിനെ പോലെയൊക്കെ ഈ നെല്ലി ഡീൻ പ്രവർത്തിച്ചിരുന്നു. അതേപോലെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ എല്ലാവരോടും ക്രൂവലായിട്ട് പെരുമാറുന്ന പോലെ എല്ലാവരും നെല്ലിയോട് അത്ര ക്രൂവലായിട്ട് ബിഹേവ് ചെയ്യില്ല. എന്നാൽ എത്ര ഒരു കഠിനമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണെങ്കിലും നെല്ലി ഡീനോടെ പിടിച്ചു നിൽക്കും. വളരെ കുലീനയായിട്ടുള്ളൊരു സെർവൻ്റാണ്. അടുത്തത് ഇസബെല്ല ലണ്ടൻ, എഡ്ഗർ സിസ്റ്റർ. She view Heathcliff romantically despite Catherine's warning and become an unwitting participant in his plot of revenging against Edgar. അതായത് ഇസബെല്ല ലണ്ടൻ എന്ന് പറയുന്നത് നമ്മുടെ എഡ്ഗറിൻ്റെ സിസ്റ്ററാണ്. അതേപോലെ തന്നെ കാതറിൻ്റെ നാത്തൂനാണ്. എഡ്ഗറും കാതറിനും തമ്മിലാണല്ലോ വിവാഹം കഴിച്ചത്. പിന്നെ ഹെത്ക്ലിഫിൻ്റെ വൈഫാണ്. ഹെത്ക്ലിഫിനോട് വളരെ റൊമാൻറ്റിക്കലി അപ്രോച്ച് ചെയ്ത് ഹെത്ക്ലിഫിൻ്റെ വലയിൽ, അതായത് ഇവരോടൊക്കെ ഒരു റിവെഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുക്കിയ കെണിയിൽ വീണുപോയ ഒരു ആളാണ് ഈ ഇസബെല്ല ലണ്ടൻ എന്ന് പറയുന്നത്. കാതറിൻ അവളെ വോൺ ചെയ്തിരുന്നെങ്കിൽ പോലും കാതറിൻ്റെ വാർണിംഗ് ഒന്നും കേൾക്കാതെ നമ്മുടെ ഹെത്ക്ലിഫിനെ വിവാഹം കഴിക്കാനുണ്ടായത്. അതിനുശേഷം ഹെത്ക്ലിഫ് മാരീസ് ഹെർ ബട്ട് ട്രീറ്റ് ഹെർ അബ്യൂസീവ്ലി വൈൽ പ്രഗ്നൻറ്റ്. ഷീ എസ്കേപ്പ് ടു ലണ്ടൻ ആൻഡ് ഗീവ് ബർത്ത് ടു എ സൺ ലിൻഡൻ. ഷീ എൻട്രസ്റ്റ് ഹെർ സൺ ടു ഹെർ ബ്രദേഴ്സ് എഡ്ഗർ വെൻ ഷീ ഡൈസ്. ഈ ഹെത്ക്ലിഫുമായിട്ടുള്ള മാരേജ് എന്ന് പറയുന്നത് അവളെ വല്ലാതെ അബ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ വല്ലാതെ മോശമായിട്ടാണ് അവളെ ട്രീറ്റ് ചെയ്തത്. അത് അവൾക്ക് ഫിസിക്കലിയും മെൻ്റലിയും ഒക്കെ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്. പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് പോലും അവളോട് നല്ല രീതിയിൽ ഹെത്ക്ലിഫ് ബിഹേവ് ചെയ്തിരുന്നില്ല. അവളുടെ സഹോദരനോടുള്ള ആ ഒരു ദേഷ്യം മൊത്തം നമ്മളുടെ ഇസബെല്ലയോടാണ് തീർത്തത്. അപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഒരിക്കലും അവൾ ഒളിച്ചോടി ലണ്ടനിലേക്ക് പോകുന്നു. അവിടെയാണ് അവളുടെ ഡെലിവറി നടത്തുന്നതും അവളുടെ സണ്ണിനെ അവിടെ വെച്ചിട്ടാണ് അവൾ വളർത്തുകയും ചെയ്യുന്നത്. പിന്നീട് അവളുടെ മരണശേഷം സണ്ണിനെ അവളുടെ ഇസബെല്ലയുടെ ബ്രദറിന് കൊടുക്കുകയാണ് ഉണ്ടായത്. അതായത് ബ്രദറാണ് പിന്നെ നോക്കിയത്. ഹിൻലി ഏൺഷാ, കാതറിൻസ് എൽഡർ ബ്രദർ. ഹിൻലി despises Heathcliff immediately and bullies him throughout their childhood before his father sent him away to college. അതായത് കാതറിൻ്റെ എൽഡർ ബ്രദറാണ് ഹിൻലി എന്ന് പറയുന്നത്. ഹിൻലി ഹെത്ക്ലിഫിനെ ആ ഒരു ചൈൽഡ്ഹുഡിൻ്റെ സമയത്ത് ഒത്തിരി ഉപദ്രവിക്കുകയും ബുള്ളി ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ അച്ഛൻ, അതായത് ഹിൻലിയുടെ അച്ഛൻ ഒരു അഡോപ്റ്റഡ് ചൈൽഡായിട്ട് ഹെത്ക്ലിഫിനെ കൊണ്ടുവന്നപ്പോൾ തനിക്ക് കിട്ടേണ്ട എല്ലാ സുഖവും സ്വാതന്ത്ര്യവും സന്തോഷവും ഹെത്ക്ലിഫിന് കിട്ടുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാണ്ട് അവനെ ഒത്തിരി ഉപദ്രവിക്കുകയും ഫിസിക്കലി മാത്രമല്ല മെൻ്റലിയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എപ്പോൾ വരെ ഈ ഉപദ്രവം ഒന്നും സഹിക്കാൻ വയ്യാണ്ട് ഈ ഹിൻലിയുടെ ഫാദർ അവനെ കോളേജിലേക്ക് പഠിക്കാനായിട്ട് വിടുന്നത് വരെ. അവൻ എപ്പോൾ വീട്ടിലുണ്ടോ അപ്പോഴൊക്കെ ഹെത്ക്ലിഫിനെ ഉപദ്രവിച്ചിരുന്നു.
ഹിൻലി റിട്ടേൺ വിത്ത് ഹിസ് വൈഫ് ഫ്രാൻസിസ്. ഹിൻലി കോളേജിൽ നിന്ന് തിരിച്ചു വരുന്നത് അവൻ്റെ വൈഫ് ഫ്രാൻസിസുമായിട്ടാണ്. ആഫ്റ്റർ മിസ് ഏൻഷ ഡൈ. ഇവൻ്റെ മിസ്റ്റർ ഏൻഷയുടെ മരണശേഷമാണ് ഹിൻലി തിരിച്ചു വരുന്നത് വൈഫായിട്ടുള്ള ഫ്രാൻസിസുമായിട്ടാണ്. ഹീ ഈസ് മോർ മെച്യൂർ ബട്ട് ഹിസ് ഹേറ്റഡ് ഓഫ് ഹെത്ക്ലിഫ് റിമെയിൻസ് ദ സെയിം. അദ്ദേഹം ഒത്തിരി മെച്യൂർഡായിട്ടാണ് ഹിൻലി തിരിച്ചു വരുന്നതെങ്കിലും ഹെത്ക്ലിഫിനോടുള്ള ദേഷ്യവും ആ ഒരു ഇഷ്ടമില്ലായ്മയും അപ്പോഴും ഉണ്ടായിരുന്നു. ആഫ്റ്റർ ഫ്രാൻസിസ് ഡെത്ത് ഹിൻലി റിവോർട്സ് ടു ഡിസ്ട്രക്റ്റീവ് ബിഹേവിയർ, neglected his son and drained the Earnshaw family by drinking and gambling to excess. അപ്പോൾ ഈ ഹിൻലിയുടെ വൈഫായിട്ടുള്ള ഫ്രാൻസിസിനോട് വളരെ സ്നേഹമായിരുന്നു. അപ്പോൾ ഫ്രാൻസിസിനാണെങ്കിൽ എപ്പോഴും മരിക്കുമോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു പ്രഗ്നൻസിയുടെ സമയത്ത്. അപ്പോൾ ഫ്രാൻസിസ് ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ മരിക്കുകയും ചെയ്തു. അപ്പോൾ ഹിൻലിക്കാണെങ്കിൽ ഈ ഒരു സംഭവത്തോടു കൂടി ആകപ്പാട് ഹിൻലി തകർന്നു പോയെന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ആ ഡെലിവറിക്ക് ശേഷമാണല്ലോ വൈഫ് മരിച്ചത്. അതുകൊണ്ട് തന്നെ സണ്ണിനെ വളരെ നെഗ്ലക്റ്റ് ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഏൻഷോ ഫാമിലി ഡ്രങ്കനായിട്ട് മാറി ആ ഒരു ഗാംബ്ലിങ്ങിലൂടെയൊക്കെ ആ ഒരു ഫാമിലിയിലെ വെൽത്ത് എല്ലാം നശിപ്പിച്ചു. ഹിൻലിയെ വളരെയധികം ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഒരു പോയിന്റ് ഓഫ് ടൈമിൽ. അതേപോലെ കൊല്ലാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട് പിസ്റ്റൺ ഉപയോഗിച്ചിട്ട്. ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഈ ഒരു ഹിൻലി മരിച്ചു. അതായത് നമ്മുടെ ഫ്രാൻസിസ് മരിച്ച ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഹിൻലിയും മരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഹാർട്ടൺ ഏൻഷാ, the son of Hindley and Francis, raised at first by Nellie but soon by Heathcliff. അപ്പോൾ ഹേർട്ടൺ ഏൻഷ എന്ന് പറയുന്നത് ഹിൻലിയുടെയും ഫ്രാൻസിസിൻ്റെയും മോനാണ്. നെല്ലിയാണ് ആദ്യമേ വളർത്തിക്കൊണ്ട് വന്നത്, പിന്നീട് ഹെത്ക്ലിഫാണ് വളർത്താൻ തുടങ്ങിയത്. ജോസഫ് വർക്ക് ടു ഇൻസ്റ്റിൽ എ സെൻസ് ഓഫ് പ്രൈഡ് ഇൻ ദ ഏൻഷ ഹെറിറ്റേജ് ഈവൻ ദോ ഹേർട്ടൺ വിൽ നോട്ട് ഇൻഹെറിറ്റ് ഏൻഷ പ്രോപ്പർട്ടി ബട്ട് ഹിൻലി has mortgaged it to Heathcliff. Heathcliff, in contrast, teach him vulgarities as the way avenging himself on Hindley. Hareton speaks with an accent similar to Joseph's and occupies a position similar to that of a servant at Wuthering Heights, unaware that he has been done out of his inheritance. He can only read his name. In appearance, he reminds Heathcliff ഓഫ് ഹിസ് ആൻഡ് കാതറിൻ. അപ്പോൾ ഈ ഹാർട്ടൺ ഏൻഷ എന്ന് പറയുന്നത് ഹിൻലിയുടെയും ഫ്രാൻസിസിൻ്റെയും മോനാണ്. ഫ്രാൻസിസ് മരിച്ച ഒരു വർഷത്തിനുള്ളിൽ ഹിൻലി മരിച്ചു. അപ്പോൾ ഏകദേശം 2 വയസ്സോടുകൂടിയൊക്കെ ആയപ്പോൾ പാരൻസിനെ നഷ്ടപ്പെട്ട ഒരാളാണ് ഈ ഹേർട്ടൺ എന്ന് പറയുന്നത്. അപ്പോൾ നെല്ലി ഡീനാണ് വളർത്തിക്കൊണ്ട് വന്നത്. അതിനുശേഷം ഹെത്ക്ലിഫായി. ഈ അച്ഛനും അമ്മയും മരിച്ചപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പ്രോപ്പർട്ടിയും ഹെത്ക്ലിഫിൻ്റെ കയ്യിലായി. പിന്നെ ഹെത്ക്ലിഫ് ഇവനെ ഒരു റിവെഞ്ച് ചെയ്യുന്നതിൻ്റെ പാർട്ടായിട്ട് ഒരു സെർവൻറ്റിനെ പോലെ മാത്രമാണ് കണ്ടിരുന്നത്. ഒരു വലിയ എഡ്യൂക്കേഷൻ കൊടുക്കാനോ ഒന്നും തയ്യാറായിരുന്നില്ല. ഈ ഹേർട്ടിന് എഡ്യൂക്കേഷൻ ഒന്നും കൊടുത്തിരുന്നില്ല ഹെത്ക്ലിഫ്. ആകപ്പാടെ അവൻ്റെ പേര് വായിക്കാൻ മാത്രമാണ് അറിഞ്ഞിരുന്നത്. അതേപോലെ ഒരു കൾച്ചറില്ലാത്ത ഒരു വേറൊരു ആക്സെൻറ്റിലൊക്കെയാണ് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നത്. ആൻഡ് ഹെത്ക്ലിഫ് എങ്ങനെയാണോ ഹെത്ക്ലിഫിൻ്റെ അപ്പിയറൻസ് എങ്ങനെയാണോ അതേപോലെ തന്നെയായിരുന്നു ഹേർട്ടൻ്റെ അപ്പിയറൻസ്. അവരെങ്ങനെയാണോ ഹെത്ക്ലിഫിനെ കൺസിഡർ ചെയ്തത്, അതായത് ഒരു സെർവൻറ്റിനെ പോലെ അല്ലേ നമ്മുടെ ഹിൻലി ഹെത്ക്ലിഫിനെ കൺസിഡർ ചെയ്തത്, അതേപോലെ തന്നെ സെയിം ഒരു സെർവൻറ്റിനെ പോലെ തന്നെയാണ് ഹേർട്ടനെയും നമ്മുടെ ഹെത്ക്ലിഫ് കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. കാത്തി ലിൻഡൻ, ദ ഡോട്ടർ ഓഫ് കാതറിൻ ആൻഡ് എഡ്ഗർ ലിൻഡൻ, എ സ്പിരിറ്റഡ് ആൻഡ് സ്ട്രോങ് വിൽഡ് ഗേൾ അൺഅവെയർ ഓഫ് ഹിസ് പാരൻസ് ഹിസ്റ്ററി. അപ്പോൾ കാത്തി ലിൻഡൻ എന്ന് പറയുന്നത് കാതറിൻ്റെയും എഡ്ഗർ ലിൻഡൻ്റെയും ഡോട്ടറാണ്. ഒരു വിൽ പവറുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗേളാണ്. അവരുടെ പാരൻസിൻ്റെ ഹിസ്റ്ററി ഒന്നും ചെയ്യാനൊന്നും പോയിട്ടില്ല ഈ കാത്തി. അതേപോലെ എഡ്ഗർ ഈസ് വെരി പ്രൊട്ടക്റ്റീവ് ഓഫ് ഹെർ ആൻഡ് ആസ് എ റിസൾട്ട് ഷീ ഈസ് ഈഗർ ടു ഡിസ്കവർ വാട്ട് ലൈസ് ബിയോണ്ട് ദ കൺഫൈൻസ് ഓഫ് ദ ഗ്യാങ്. അതായത് എഡ്ഗർ എന്ന് പറയുന്നത്, അതായത് കാത്തിയുടെ അച്ഛൻ ഇവളെ വളരെ പ്രൊട്ടക്റ്റീവ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് എന്താണ് ഇതിൻ്റെ പുറമേ നടക്കുന്നതെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ എല്ലാം ഉണ്ടായിരുന്നു. Although one of the most sympathetic character of this novel, she is also somewhat snobbish towards Hareton and his lack of education. She falls in love with and marries Linton Heathcliff. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സിമ്പതി തോന്നുന്ന ഒരു ക്യാരക്ടറാണ് ഈ കാത്തി ലിൻഡൺ എന്ന് പറയുന്നത്. കാരണം അവൾ ചെയ്യാത്ത തെറ്റിന്, അവൾ മാത്രമല്ല ഒത്തിരി പേര് സ്വയം ചെയ്യാത്ത തെറ്റിന് ഇവിടെ ശിക്ഷ അനുഭവിക്കുന്നുണ്ടെങ്കിലും
നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ സിമ്പതി തോന്നുന്ന ഒരു ക്യാരക്ടറാണ് കാത്തി ലിൻഡൺ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഹേർട്ടൺ ഉണ്ടല്ലോ, ഹേർട്ടൺ വലിയ എഡ്യൂക്കേറ്റഡ് ഒന്നും അല്ല, അതുകൊണ്ട് തന്നെ അവനോടൊരു സ്നോബിഷ് ആറ്റിറ്റ്യൂഡാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അവന് എഡ്യൂക്കേഷനൊന്നും ഇല്ലല്ലോ. അതേപോലെ ലിൻഡൻ ഹെത്ക്ലിഫിനെയാണ് മാരി ചെയ്യുന്നത്. ലിൻഡൻ ഹെത്ക്ലിഫിനോട് പ്രണയം തോന്നുകയും മാരി ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്, നിർബന്ധിതമായിട്ടാണെങ്കിൽ. ലിൻഡൻ ഹെത്ക്ലിഫ്, ദ സൺ ഓഫ് ഹെത്ക്ലിഫ് ആൻഡ് ഇസബെല്ല, എ വീക്ക് ചൈൽഡ്, ഹിസ് ഏർലി ഇയർ ആർ സ്പെൻഡ് വിത്ത് ഹിസ് മദർ ഇൻ സൗത്ത് ഓഫ് ഇംഗ്ലണ്ട്. അതായത് ലിൻഡൻ ഹെത്ക്ലിഫ് എന്ന് പറയുന്നത് ഹെത്ക്ലിഫിൻ്റെയും ഇസബെല്ലയുടെയും മോനാണ്. ഒരു വീക്ക് ചൈൽഡാണ്, വലിയ ആരോഗ്യമുള്ള ഒരു ചൈൽഡൊന്നും അല്ല. അതേപോലെ അവൻ്റെ ഏർലി ഇയേഴ്സ്, അതായത് ജീവിതത്തിൻ്റെ ആദ്യഘട്ടങ്ങളൊക്കെ അവൻ സ്പെൻഡ് ചെയ്തിരുന്നത് അവരുടെ അമ്മയുടെ കൂടെ സൗത്ത് ഇംഗ്ലണ്ടിലാണ്. ഹി ലേൺസ് ഓഫ് ഹിസ് ഫാദർ ഐഡൻറ്റിറ്റി ആൻഡ് എക്സിസ്റ്റൻസ് ഓൺലി ആഫ്റ്റർ ഹിസ് മദർ ഡൈസ് വെൻ ഹീ ഈസ് 12. അതായത് ഇവൻ്റെ അച്ഛൻ ജീവനോടെ ഉണ്ടെന്നും ഇന്ന സ്ഥലത്താണെന്നും ആ ഒരു ഐഡൻറ്റിറ്റി എല്ലാം അവൻ മനസ്സിലാക്കുന്നത് അവൻ്റെ അമ്മയുടെ മരണശേഷം മാത്രമാണ്. കാരണം ഇസബെല്ല അത്രയും ക്രൂവലായിട്ട് ഒത്തിരി കാര്യങ്ങൾ ഹെത്ക്ലിഫിൽ നിന്ന് അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മകനെ ഹെത്ക്ലിഫിൽ നിന്ന് അകറ്റിയാണ് വളർത്തിയത്. ഈ ലിൻഡന് 12 വയസ്സുള്ളപ്പോഴാണ് ഇസബെല്ല മരിക്കുന്നത്. In his selfishness and capacity of cruelty, he resembles Heathcliff. Physically, he resembles his mother. He married Kathy Linden because of his father, who terrifies him, directs him to do so, and soon after he dies from a wasting illness associated with tuberculosis. അപ്പോൾ ഈ ലിൻഡൻ എന്ന് പറയുന്നത് കാഴ്ചയിൽ അമ്മയെ പോലെയാണ് ഇരിക്കുന്നതെങ്കിലും അവൻ്റെ സെൽഫിഷ്നെസ്സും അതേപോലെ തന്നെ മറ്റുള്ളവരോട് ചില ക്രൂവാലിറ്റി കാണിക്കുന്നതൊക്കെ ഹെത്ക്ലിഫിനെയാണ് റിസംബിൾ ചെയ്യിക്കുന്നത്. അതേപോലെ കാത്തി ലിൻഡനെയാണ് കല്യാണം കഴിച്ചത്. അത് ഫാദർ അവൻ്റെ അച്ഛനായിട്ടുള്ള ഹെത്ക്ലിഫ് അവനെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടാണ്, ഭീഷണിപ്പെടുത്തിയൊക്കെയാണ് നമ്മുടെ കാത്തി ലിൻഡനെ വിവാഹം ചെയ്യുന്നത്. അതിനുശേഷം ചെറിയ പ്രായത്തിൽ തന്നെ മരിക്കുകയുണ്ടായി. ട്യൂബർക്കുലോസിസ് വന്നാണ് മരിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ കാത്തി ലിൻഡൻ ആണ് കേട്ടോ അവനെ ടേക്ക് കെയർ ചെയ്തതൊക്കെ. പിന്നെ അടുത്തത് ജോസഫ് എ സർവൻറ്റ് അറ്റ് വുതറിംഗ് ഹൈറ്റ്സ് for 60 years, who is a rigid self-righteous Christian but lack and trance of genuine kindness of humanity. He speak broad Yorkshire dialect and hate nearly everyone in the novel. അവിടുത്തെ ഒരു സെർവൻ്റാണ്, ഏകദേശം 60 വർഷത്തോളം അവിടെ സെർവ് ചെയ്തൊരു സെർവൻ്റാണ്. ഒരു സെൽഫിഷ് ആയിട്ടുള്ള ഒരു വളരെ സെൽഫിഷ് എന്നല്ല, സെൽഫിഷ് എന്ന് തന്നെ പറയാം. അവിടെയുള്ള ആരെയും തന്നെ ഇഷ്ടമല്ല ഈ ജോസഫിന്. ഒരു വളരെ ക്രിസ്ത്യൻ ബിലീഫ് കൂടിയ ഒരാളാണ് ഈ ജോസഫ് എന്ന് പറയുന്നത്. അതേപോലെ ജോസഫ് സ്പീക്ക് ചെയ്യുന്ന ഡയലക്റ്റ് എന്ന് പറയുന്നത് ഒരു യോർക്ക്ഷയർ ഡയലക്റ്റിലാണ് സ്പീക്ക് ചെയ്യുന്നത്. അടുത്തത് മിസ്റ്റർ ലോക്ക്വുഡ്, ദ ഫസ്റ്റ് നറേറ്റർ. ഹി റൺസ് ത്രഷ്ഹോഡ് ഗാങ് ടു എസ്കേപ്പ് സൊസൈറ്റി, ബട്ട് ഇൻ ദ എൻഡ് ഡിസൈഡ് സൊസൈറ്റി ഈസ് പ്രിഫറബിൾ. He narrate the book until chapter 4, when the main narrator Nelly pick up the tale. അപ്പോൾ മിസ്റ്റർ ലോക്ക്വുഡ് എന്ന് പറയുന്ന വൺ ഓഫ് ദ നറേറ്റർ ഓഫ് ദിസ് നോവലാണ്. അതേപോലെ തന്നെ ത്രഷ്ഹോഡ് ഗാങ്ങിൽ റെൻറ്റിന് താമസിക്കാൻ വന്ന ഒരാളാണ് ഈ ലോക്ക്വുഡ് എന്ന് പറയുന്നത്. ലോക്ക്വുഡാണ് ചാപ്റ്റർ 4 വരെ നറേറ്റ് ചെയ്യുന്നത്. അതിനുശേഷമാണ് നെല്ലി ബാക്കി ടെയില് പറയുന്നത്. ഈ ലോക്ക്വുഡിന് ഈ ഒരു നോവലിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഗോസ്റ്റിൻ്റെ പ്രസൻസൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ ലോക്ക്വുഡ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ തന്നെയാണ്. നറേറ്റർ ആണെങ്കിൽ കൂടി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്. അടുത്തത് ഫ്രാൻസിസ് ഹിൻലീസ് അലയിങ് വൈഫ് ആൻഡ് മദർ ഓഫ് ഹേർട്ടൺ ഏൺഷോ. ഷീ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് somewhat silly and is obvious from a humble family. Frances died no longer after the birth of her son. ഫ്രാൻസിസ് എന്ന് പറയുന്നത് ഹിൻലിയുടെ വൈഫാണ്. ഹിൻലിക്ക് വളരെ പ്രിയപ്പെട്ട വൈഫാണ്. അതായത് വളരെ പ്രിയപ്പെട്ടതെന്ന് പറഞ്ഞാൽ വേറെ വൈഫൊന്നുമില്ല, അവന് അത്രയ്ക്ക് ഇഷ്ടമാണ് ഫ്രാൻസിസ് എന്ന് പറയുന്നത് ഒരു സില്ലി ക്യാരക്ടറാണ്. അതേപോലെ ഒരു ഹംബിൾ ഫാമിലിയിൽ നിന്ന് വന്നൊരു വ്യക്തി കൂടിയാണ് ഈ ഫ്രാൻസിസ് എന്ന് പറയുന്നത്. ഫ്രാൻസിസിന് എപ്പോഴും മരണത്തെ പേടിയാണ്, എപ്പോഴും ഡെത്തിനെ ഫിയർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നൊരു വ്യക്തിയാണ് ഫ്രാൻസിസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഫ്രാൻസിസ് മരിക്കുന്നത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മരിക്കുന്നുണ്ട്. ഫ്രാൻസിസിൻ്റെ മോന് ജന്മം കൊടുത്തതിന്, അതായത് ഹേർട്ടന് ജന്മം കൊടുത്തതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ ഫ്രാൻസിസ് മരിക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്തത് മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഏൻഷാ. Catherine and Hindley's father, Mr. Earnshaw, is the master of Wuthering Heights at the beginning of Nellie's story and is described as an inscribed but loving and kind-hearted man.
His favorite, his adopted son Heathcliff, which caused trouble in the family. In contrast, his wife's mistress Heathcliff from their first encounter. അപ്പോൾ മിസ്റ്റർ ആൻഡ് മിസ്സസ് ഏൻഷ എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റോറി തുടങ്ങുമ്പോൾ വുതറിംഗ് ഹൈറ്റ്സിൻ്റെ ഓണർ എന്ന് പറയുന്നത് മിസ്റ്റർ ഏൻഷയായിരുന്നു. മിസ്സസ് ഏൻഷയാണ് ഈ ഒരു നോവലിൽ ആദ്യം മരിക്കുന്ന വ്യക്തി മിസ്സസ് ഏൻഷയും അവസാനം മരിക്കുന്ന വ്യക്തി ഹെത്ക്ലിഫും ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബിഗിനിങ്ങിൽ നെല്ലി സ്റ്റോറി ബിഗിൻ ചെയ്യുന്ന സമയത്ത് വുതറിംഗ് ഹൈറ്റിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് മിസ്റ്റർ ആൻഡ് മിസ്സസ് ഏൻഷയായിരുന്നു അവിടുത്തെ ഓണർ എന്ന് പറയുന്നത്. നമ്മുടെ ഹെത്ക്ലിഫിനെ അങ്ങോട്ടേക്ക് വുതറിംഗ് ഹൈറ്റ്സിലേക്ക് കൊണ്ടുവന്നത് മിസ്റ്റർ ഏൻഷയാണ്. ആദ്യമൊക്കെ മിസ്സസ് ഏൻഷയ്ക്ക് ചെറിയ ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഈ നമ്മൾ ആവശ്യത്തിലധികം സ്നേഹവും കെയറിങ്ങും ആണ് മിസ്റ്റർ ഏൻഷ നമ്മുടെ ഹെത്ക്ലിഫിന് കൊടുത്തുകൊണ്ട് വരുന്നത്. മിസ്റ്റർ ആൻഡ് മിസ്സസ് ലണ്ടൻ, എഡ്ഗേഴ്സ് ആൻഡ് ഇസബെല്ലാസ് പാരൻസ്, ദേ എഡ്യൂക്കേറ്റഡ് ദെയർ ചിൽഡ്രൻ ഇൻ എ വെൽ ബിഹേവിയർഡ് ആൻഡ് സോഫിക്കസ് വേ. മിസ്റ്റർ ലിൻഡൻ ഓൾസോ സെർവ് ആസ് എ മജിസ്ട്രേറ്റ് ഓഫ് കിമ്മർട്ടൺ ആസ് ഹിസ് സൺ ഡസ് ഇൻ ലേറ്റർ ഇയർ. ഒരു മിസ്റ്റർ ആൻഡ് മിസ്സസ് ലിൻഡൻ എന്ന് പറയുന്നത് ഒരു നല്ല ഒരു ഫാമിലിയാണ്. ലിൻഡൻ ഫാമിലി എന്ന് പറയുന്നത് അവരവരുടെ ചിൽഡ്രനെ എഡ്യൂക്കേറ്റ് ചെയ്യുകയും അതേപോലെ സമൂഹത്തിൽ നല്ലപോലെ ബിഹേവ് ചെയ്യാനൊക്കെ പഠിപ്പിച്ചിട്ടാണ് വിട്ടത്. അതേപോലെ തന്നെ മിസ്റ്റർ ലിൻഡൻ അവിടെ ഒരു മജിസ്ട്രേറ്റ് ആയിരുന്നു, ഗ്ലിമ്മർട്ടണിലെ മജിസ്ട്രേറ്റ് ആയിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ മകൻ അത് ചെയ്തു. അടുത്തത് ഡോക്ടർ കെന്നിത്ത്, the long-time doctor of Gimmerton and a friend of Hindley, who is present at the case of illness during the novel. Although not much of his character is known, he seemed to be rough but honest person. കെന്നത്ത് എന്ന് പറയുന്നൊരു ഡോക്ടറാണ്, ഒരു മൈനർ ക്യാരക്ടറാണ് കേട്ടോ. നമുക്കൊരു റഫ് ക്യാരക്ടറായിട്ട് തോന്നുമെങ്കിൽ ഇപ്പോൾ ഒരു ഓണസ്റ്റ് പേഴ്സണാണ് ഈ ഡോക്ടർ കെന്നിത്ത് എന്ന് പറയുന്നത്. നമ്മുടെ ഹിൻലി ഇല്ലേ, ഹിൻലിക്ക് പറഞ്ഞല്ലോ ഹിൻലി അത്ര വീക്കായിരുന്നു, അത്ര ഒരു ഹെൽത്തി അല്ല. അപ്പോൾ ഹിൻലിനെ ട്രീറ്റ് ചെയ്ത ഡോക്ടറും കൂടിയാണ് ഡോക്ടർ കിന്നിത്ത് എന്ന് പറയുന്ന ഡോക്ടർ, ഒരു ഓണസ്റ്റ് പേഴ്സണാണ്. സില്ല, എ സെർവൻറ്റ് ഓഫ് ഹെത്ക്ലിഫ് ആൻഡ് വുതറിംഗ് ഹൈറ്റ് ഡ്യൂറിങ് ദ പീരീഡ് ഫോളോയിങ് ബൈ കാത്തറിൻ ഡെത്ത്. കാത്തറിൻ്റെ മരണം ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു സെർവൻ്റാണ് ഈ സില്ല എന്ന് പറയുന്നത്. ഓൾദോ ഷീ ഈസ് കൈൻഡ് ടു ലോക്ക്വുഡ്, ഷീ ഡസൻ ലൈക്ക് ടു ഹെൽപ്പ് കാത്തി അറ്റ് വുതറിംഗ് ഹൈറ്റ് ബിക്കോസ് ഓഫ് കാത്തീസ് അറഗൻസ് ആൻഡ് ഹെത്ക്ലിഫ് ഇൻസ്ട്രക്ഷൻ. ഒരു കൈൻഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ കൂടി ലോക്ക്വുഡിനോട് കൈൻഡ് ആയിരുന്നു എങ്കിൽ കൂടി കാത്തീനെ വുതറിംഗ് ഹൈറ്റിൽ ഹെൽപ്പ് ചെയ്യാനൊന്നും സില്ല തയ്യാറായില്ല. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ കാത്തിയുടെ അറഗൻസും ഒപ്പം ഹെത്ക്ലിഫിൻ്റെ സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷനും ഉണ്ടായിരുന്നു. അടുത്ത ക്യാരക്ടർ മിസ്റ്റർ ഗ്രീൻ, എഡ്ഗേഴ്സ് കറപ്റ്റബിൾ ലോയർ ഹൂ ഷുഡ് ഹാവ് ചേഞ്ച് എഡ്ഗേഴ്സ് വിൽ ടു പ്രിവെൻറ്റ് ഹെത്ക്ലിഫ് ഫ്രം ഗൈനിങ് the threshold gang. Instead, Green changes side and help Heathcliff to inherit the gang as his property. ഒരു കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു ലോയറാണ് നമ്മുടെ ഹെത്ക്ലിഫിൻ്റെ ലോയർ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, കറപ്റ്റഡ് ആയിരിക്കും. ഈ സ്വത്തുക്കളെല്ലാം സമ്പാദിക്കാൻ ഹെത്ക്ലിഫിനെ സഹായിച്ചൊരു ലോയറാണ്. അപ്പോൾ ഇത്രയാണ് ക്യാരക്ടർ സ്കെച്ചിൽ വരുന്നത്. ഇനി പറയുന്നത് ഇമ്പോർട്ടൻറ്റ് പ്ലേസസ് ഇൻ ദിസ് നോവലാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയുന്നേ ഉള്ളൂ, ഇപ്പോൾ തന്നെ ഏകദേശം 28 മിനിറ്റോളമായി. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം പറയുന്നു, വായിച്ചു വിടുന്നേ ഉള്ളൂ കേട്ടോ. വുതറിംഗ് ഹൈറ്റ്സ്, ഹോം ഓഫ് the Earnshaw family. Later, Heathcliff became the master of Wuthering Heights. It is situated on the bleak moorland. Next, Thrushcross gang. Home of Linton family. Heathcliff untimely became the owner of the Thrushcross gang by his unserious, unsculpture and devilish scheming. ഇറ്റ് ഈസ് 4 മൈൽ അവേ ഫ്രം വുതറിംഗ് ഹൈറ്റ്സ്. അപ്പോൾ വുതറിംഗ് ഹൈറ്റ്സിനെയും ത്രഷ്ക്രോസ് ഗാങ്ങിനെയും പറ്റിയാണ് പറയുന്നത്. അതെങ്ങനെയാണ്, അതെവിടെയൊക്കെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്, എത്ര മൈൽ ദൂരെയാണെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത പ്ലേസ് എന്ന് പറയുന്നത് ലിവർപൂൾ. ഹെത്ക്ലിഫ് ഈസ് ഫൗണ്ട് ഹിയർ ബൈ മിസ്റ്റർ ഏൻഷാ ആസ് ആൻ ഓഫൺ. ദിസ് ഈസ് ദ ഓൺലി റിയൽ പ്ലേസ് നെയിം ഗീവൺ ഇൻ ദ വുതറിംഗ് ഹൈറ്റ്സ്. വുതറിംഗ് ഹൈറ്റ്സിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരേ ഒരു പ്ലേസാണ്, റിയൽ പ്ലേസിൻ്റെ പേരാണ് ലിവർപൂൾ എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് ഏൻഷോയ്ക്ക് നമ്മുടെ ഹെത്ക്ലിഫിനെ കിട്ടുന്നത്. അടുത്തത് ഗിമ്മർട്ടൺ, നിയറസ്റ്റ് വില്ലേജ് ടു വുതറിംഗ് ഹൈറ്റ്സ് ആൻഡ് ത്രഷ്ഹോസ് ഗാങ്. ഈ വുതറിംഗ് ഹൈറ്റ്സിൻ്റെയും ത്രഷ്ഹോസ് ഗാങ്ങിനെയും അടുത്തുള്ളൊരു വില്ലേജാണ്. അടുത്തത് ഗിമ്മർട്ടൺ ഷോട്ട്, അത് ജബ് ബ്രാൻഡൻ ഡെലിവേഴ്സ് എ പയസ് ഡിസ്കസ് ഇൻ ഗ്ലിമർട്ടൺ ചാപ്പൽ. അടുത്ത പ്ലേസ് എന്ന് പറയുന്നത് പെൻസ്റ്റോൺ ക്രാക്സ് ആണ്. ആസ് എ യങ് ഗേൾ കാത്തറിൻ ലിൻഡർ ഫീൽ അട്രാക്റ്റഡ് ടു ദ പ്ലേസ്. ഇറ്റ് ഈസ് അബൌട്ട് എ മൈൽ ബിലോണ്ട് വുതറിംഗ് ഹൈറ്റ്സ് ആൻഡ് അബൌട്ട് 5 മൈൽ ഓൺ ത്രഷ്ഹോസ് ഗാങ്. അടുത്തത് ഫെയറി കേവ്, അത് ഇമ്പോർട്ടൻറ്റ് സ്ഥലമാണ്. എ മാജിക് കേവ് ദാറ്റ് ഹെയർട്ടൺ ഷോ ടു കാത്തറിൻ. ഇപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കുന്നത് ക്രോണോളജിക്കൽ ഓർഡർ ആണ് കേട്ടോ വുതറിംഗ് ഹൈറ്റ്സിൽ, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇയേഴ്സും നടന്ന സംഭവങ്ങളാണ്
അപ്പോൾ ഇതും കൂടെ ഞാൻ വായിക്കാൻ നിന്ന വീഡിയോ 1 മണിക്കൂറിലൊന്നും തീരത്തില്ല. അതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ളതൊന്ന് നോക്കി പോവുക. ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ കിട്ടും, ഡീറ്റെയിൽസ് കിട്ടും. എന്നിട്ടും കിട്ടാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ നോട്ട് വേണമെന്നുണ്ടെങ്കിൽ, ഈ ഒരു ഓർഡർ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെയിൽ ചെയ്താൽ മതിയാവും. ഞാൻ മെയിൽ ചെയ്ത് തരാം. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അശ്വതീസ് ആലപ്പാട്ട്, അങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാം ID. അതും ഞാൻ മെൻഷൻ ചെയ്തേക്കാം. ഒന്ന് മെസ്സേജ് ചെയ്താൽ മതിയാവും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഞാൻ ഈ നോട്ട്സ് അയച്ചേക്കാം. അതിലൊന്നും എനിക്കൊരു കുഴപ്പമില്ല. നോട്ട് ചോദിച്ചവർക്കൊക്കെ ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കുറച്ചധികം ലെങ്തി ആയിപ്പോയി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.